ഒരു ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിള്ളേർക്കൊക്കെ ഈ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ളവർക്ക് നമ്മൾ ഈ ഉപ്പുമാവിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ചക്കറിയൊക്കെ അവർ കഴിച്ചോളൂ. അതിനുവേണ്ടി ഞാൻ നല്ല ഒരു വലിയ കപ്പ് ഞാൻ റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ആദ്യം ഒന്ന് വറക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് ഞാൻ ഒരു 8-10 ചെറിയ ഉള്ളിയാണ്, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത്, ഒരു 10-15 നമുക്ക് ഗ്രീൻ പീസും പൊളിച്ച് വെക്കാം, അതും കൂടി ഇതിൻ്റെ കൂടെ ഇടാം. ആദ്യം തന്നെ ഞാനിത് ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ റവ വറുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ഒരു വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഈ റവ ഇതിനകത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. വലിയ ഫുൾ തീയിൽ വെച്ച് നമ്മൾ വറുക്കല്ല, അതങ്ങോട്ട് കരിഞ്ഞു പോകും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റവ ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുക്കാം. നമ്മുടെ റവ നല്ല പോലെ ബ്രൗൺ ആയി. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ച് മസാല ഇടാം. ഈ പാൻ ചൂടായി ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കടുക് ഇച്ചിരി നല്ലതുപോലെ ഇട്ടാൽ നല്ലതാണ്. കടുകിട്ട് ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും നമുക്ക് നല്ലപോലെ വഴറ്റാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കരിയാപ്പിലയും കൂടെ ചേർക്കുക. ഇനി ഞാൻ ഈ 1 കപ്പ് റവ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു 2 കപ്പ് വെള്ളം ചേർക്കാം. ഇത് നല്ലതുപോലെ ബോയിലായിട്ട് വേണം, ബോയിലായിട്ട് നമ്മൾ റവ ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടെ ഇപ്പം ചേർക്കാം. അത് ആ വെള്ളം തിളയ്ക്കുന്ന കൂട്ടത്തിൽ ക്യാരറ്റും ഗ്രീൻ പീസും ഫ്രഷ് ആയതുകൊണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേവും. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഇട്ട് വെച്ചൊന്ന് അടച്ച് വെക്കാം. ആ ഗ്രീൻ പീസും ക്യാരറ്റും ഒന്ന് നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിക്കോളൂ അന്നേരത്തേന്. നമുക്കിനി തിളച്ച വെള്ളത്തിലോട്ട് തന്നെ ഈ റവ വറുത്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നമ്മൾ മിക്സ് ആക്കണം. നമ്മൾ വറുത്തതായതുകൊണ്ട് അധികം വേവില്ലായിരിക്കും. വേഗന്ന് നമ്മൾ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് റവ കട്ട പിടിക്കും. നമ്മൾ നല്ലതുപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ഈ സമയത്ത് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം വെള്ളത്തിൽ തന്നെ ചേർക്കണം, പിന്നെ ചേർക്കാൻ നല്ലപോലെ കൂടുതൽ. അതുകൊണ്ട് വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം. കുഴഞ്ഞിരിക്കുന്നത് പോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ഇളക്കി തോർത്തിയാൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ഇനിയിപ്പോൾ ഇത് ഓഫാക്കുവാണ് ഗ്യാസ്. ഇനി ഒരു നല്ല സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. നമ്മുടെ ഉപ്പുമാവ് റെഡിയാണ്. പിള്ളേർക്കൊക്കെ രാവിലെ ഇത് കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്.